ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്തായിട്ട് എടുക്കാനുള്ളത് റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ് റെഫറൻസ്? നേരത്തെ പറഞ്ഞു, റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ മേധാവിയുടെ അഡ്രസ്സ് നമ്മളെ കുറിച്ച് അറിയുന്നതിനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് ജനറലി ടു ഫോളോ മെൻഷനിങ് ഓഫ് റെഫറൻസസ് ഇൻ റെസ്യൂം. നമ്മുടെ റെസ്യൂംസിൽ റെഫറൻസസ് കൊടുത്തിരിക്കണം. അതായത് നമ്മൾ ജോലിക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായിട്ടാണ് നമ്മൾ റെഫറൻസ് വെക്കുന്നത്. Under references, the name of those persons with whom the applicant has been associated. ആരൊക്കെയായിട്ട് യോജിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. സാധാരണ കൊടുക്കാറുള്ളത് ഏതാണ്? ജനറലി ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ വൺ സ്റ്റഡീഡ്. നമ്മൾ പഠിച്ച ഇതിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അങ്ങനെയുള്ളവരും, ഓർ വർക്ക്ഡ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് MD അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. The information collected from referees are more reliable and dependable. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ ഫോർ ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ ദ പ്രയർ കൺസെന്റ് ഓഫ് എ പേഴ്സൺ. അപ്പോൾ അവരിൽ നിന്ന് മുൻകൂർ അനുവാദം, എന്താ പറയാ, ഒരു സമ്മതം മേടിക്കണം റെഫറൻസ് ആയിട്ട് നമ്മൾ കൊടുക്കണുണ്ടോ എന്നുള്ളത്. അപ്പൊ അതില് ദ ഫോളോയിങ് സ്പെസിമെൻ ഷോസ് ദ മാറ്റേഴ്സ് ഡീൽഡ് വിത്ത് സീക്കിംഗ് കൺസെന്റ്. അങ്ങനെ ഒരു സമ്മതപത്രത്തിനായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനുള്ള നടപടിക്രമങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇവിടെ എന്താ? ഡോക്ടർ നളിനി ബായ്, ലിറ്റിൽ ഫ്ലവർ കോളേജ്, കോവിൽ റോഡ്, ഗുരുവായൂർ. ഡിയർ Dr. Nalini Bai, I wish to give your name as a reference in my application for the post of accountant in Bamini Tea Estate in Calcutta. അതായത് ഇവരുടെ പ്രൊഫസറുടെ പേര് കൊടുക്കുന്നതിന് സമ്മതപത്രം ചോദിച്ചുകൊണ്ട് ഉള്ള ഒരു ലെറ്റർ അയക്കുകയാണ്. ഐ ഹോപ്പ് യു റിമെമ്പർ മീ. എന്നെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഐ വാസ് ഇൻ ദ M.Com ക്ലാസ് ഇൻ 2000. ഏതെങ്കിലും ഒരു വർഷം നമ്മൾ കൊടുക്കുന്നു ബാച്ച്. ഐ വാസ് ആൾസോ ദ സെക്രട്ടറി ഓഫ് ദ കോമേഴ്സ് അസോസിയേഷൻ. ആ സമയത്തെ കോമേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു ആ വർഷം. I shall be grateful if you kindly convey your consent early. എത്രയും പെട്ടെന്ന് അങ്ങയുടെ സമ്മതം വേണമെന്ന് തന്നാൽ വളരെ സന്തോഷമുണ്ടെന്ന് അറിയിക്കുന്നു. Yours sincerely, ലില്ലിക്കുട്ടി. When a letter has received for seeking the consent for job application, അങ്ങനെ ഒരു കൺസെന്റിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ it is the prime courtesy of the person who receives the same to give an early reply. വളരെ പെട്ടെന്ന് തന്നെ അതിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടതാണ്. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അത്, എത്രയും പെട്ടെന്ന് ആ മറുപടി കൊടുക്കാനായിട്ട് നമ്മൾക്കാണ് വന്നതെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഫേവറബിൾ ആയിട്ട് അനുകൂലമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഇവിടെ പറയുന്നത്. The following letter is the specimen of giving consent for reference. അതായത് സമ്മതം കൊടുത്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണിത്. ലിറ്റിൽ ഫ്ലവർ കോളേജ്, കോവിൽ റോഡ്, ഗുരുവായൂർ. ലില്ലിക്കുട്ടി, 276 ടൂറിസ്റ്റ് റോഡ്, കൽപ്പറ്റ, 636178. ഡിയർ ലില്ലിക്കുട്ടി, ഐ ആം വെരി ഗ്ലാഡ് ടു റിസീവ് യുവർ ലെറ്റർ ഓഫ് 1st July. 1st July കിട്ടിയ നിന്റെ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആക്ച്വലി ഇറ്റ് ഈസ് എ പ്ലഷർ ഫോർ മീ ടു ആക്ട് ആസ് വൺ ഓഫ് യുവർ റെഫറൻസ്. നിങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ട് എന്നെ കൊടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. യു ആർ വൺ ഓഫ് മൈ ബെസ്റ്റ് സ്റ്റുഡൻറ്. നീ എൻ്റെ ഏറ്റവും നല്ല സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു. യു ആർ വൺ ഓഫ് മൈ ബെസ്റ്റ് സ്റ്റുഡൻസ് ആൻഡ് ഐ ക്ലിയർലി റിമെമ്പർ യുവർ കോൺട്രിബ്യൂഷൻ. നിന്റെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സഹകരണം, പങ്ക്, അതെല്ലാം നല്ലപോലെ ഓർക്കുന്നുണ്ട്. ഇൻ ദ അക്കാഡമിക് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അക്കാഡമിക്കും അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നീ തന്നിട്ടുള്ള നിന്റെ ആ പങ്ക് ഞാൻ നല്ലപോലെ ഓർക്കുന്നു. വിത്ത് ബെസ്റ്റ് വിഷസ് അറ്റ് ഓൾ ടൈംസ്. യുവർ സിൻസിയർലി ഡോക്ടർ നളിനി ബായ്, പ്രൊഫസർ ഓഫ് കോമേഴ്സ്. അപ്പൊ അതിന് സമ്മതപത്രം കൊടുക്കാണ്. ഇനി അടുത്തായിട്ടുള്ളൊരു ലെറ്റർ. അപ്പൊ ജോലി സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ലെറ്റേഴ്സ് നമ്മൾ അയക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഓരോ ഫോർമാറ്റ് ആണ്, ഓരോ മോഡലാണ് നമുക്കിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റർ ആസ്കിങ് ദ അപ്ലിക്കന്റ് ടു അപ്പിയർ ഫോർ ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ആർക്ക്? അപ്ലിക്കന്റിന് അയക്കേണ്ടുന്ന ലെറ്റർ. അപ്പൊ അവിടെ അഡ്രസ് എഴുതി, കമ്പനിയുടെ പേര്, വിറ്റ് ഹൗസ് 10 മാർക്കറ്റ് റോഡ്, കണ്ണൂർ,
7th July 2009. Dear Mr. Mohandas, താങ്ക് യു ഫോർ യുവർ അപ്ലിക്കേഷൻ ഡേറ്റ്. നിങ്ങളുടെ അപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 27th June 2009 അയച്ചത് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് ഇൻ അവർ ഫേം. നിങ്ങൾ എന്തിനായിരുന്നു അയച്ചിരുന്നത്? ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിനാണ് അയച്ചിരുന്നത്. വിൽ യു പ്ലീസ് മേക്ക് ഇറ്റ് കൺവീനിയൻറ്റ് ടു കം ഫോർ ആൻ ഇന്റർവ്യൂ അറ്റ് അവർ ഓഫീസ് അറ്റ് 11 AM ഓൺ മൺഡേ 17th July 2009. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ആ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് മൺഡേ ആണ് 11 AM നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുമല്ലോ. പ്ലീസ് ബ്രിങ് യുവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് വിത്ത് യു. ആ സമയം ഒറിജിനൽ സർട്ടിഫിക്കറ്റും ടെസ്റ്റിമോണിയൽസും ഒക്കെ കൊണ്ടുവരണം. യുവേഴ്സ് ട്രൂലി എസ് പിഷാരടി പാർട്ട്ണർ. മിസ്റ്റർ എസ് മോഹൻദാസ്, 17 നട്ട് സ്ട്രീറ്റ്, വടകര. അയക്കുന്ന ആളുടെ അഡ്രസ്സ് താഴെ എഴുതിയിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞാല് ഈ എംപ്ലോയേഴ്സ് അവരയക്കുന്ന മറ്റൊരു ലെറ്റർ ആണ്. ആർക്കാണ് അയക്കുന്നത്? ലെറ്റർ ടു റെഫറീസ്. റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ലെറ്റർ അയക്കും. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നേക്കാൾ മുന്നേ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്നറിയുന്നതിനായിട്ടാണ് ലെറ്റർ ടു റെഫറീസ് അയക്കുന്നത്. ഫോർ സെലക്ടിങ് ദ ബെസ്റ്റ് ആൻഡ് ഫിറ്റ് കാൻഡിഡേറ്റ് ദ എംപ്ലോയർ ഓർ കണ്ടക്ട്സ് ഇന്റർവ്യൂ. അവർ നല്ല കാൻഡിഡേറ്റ്സിനൊക്കെ സെലക്ട് ചെയ്യാനായിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് ബിഫോർ ദ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഈസ് സെൻഡ്. പക്ഷെ ഇവർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കുന്നേക്കാൾ മുന്നേ ഇറ്റ് മേ ബിക്കം നെസസറി ഫോർ ദ എംപ്ലോയർ ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ അബൌട്ട് ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ്. അത് അത്യാവശ്യമാണ് എൻ്റെ എംപ്ലോയർക്ക് എന്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇൻഫോർമേഷൻ അബൌട്ട് ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ക്യാരക്ടർ ആൻഡ് എബിലിറ്റി. നമ്മൾ തെരഞ്ഞെടുത്ത കാൻഡിഡേറ്റിന്റെ ക്യാരക്ടറും എബിലിറ്റിയും അവരുടെ സ്വഭാവവും കഴിവൊക്കെ അറിയാനായിട്ട് റെഫറികളുമായിട്ട് അവർക്കൊന്ന് സംസാരിക്കേണ്ടതായിട്ട് അല്ല അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ ദിസ് പർപ്പസ് ദ എംപ്ലോയർ വിൽ റൈറ്റ് ടു ദ പേഴ്സൺസ് ഹൂസ് നെയിംസ് ഹാവ് ബീൻ ഗിവൺ. റെഫറൻസ് ആയി തന്നിട്ടുള്ള പേരുകളിലേക്ക് അവർ ലെറ്റർ അയക്കും. ബൈ ദ അപ്ലിക്കന്റ് ഇൻ ഹിസ് അപ്ലിക്കേഷൻ for their confidential remarks about the applicant's character and ability. അതായത് അവരുടെ സ്വഭാവത്തെ കുറിച്ചും കഴിവിനെ കുറിച്ചൊക്കെ for their confidential remarks about the applicant's character and ability അതൊക്കെ അറിയാനായിട്ടാണ് ഇത്തരത്തിലുള്ള ലെറ്റർ അയക്കുന്നത്. It is considered that the confidential remarks of the referees are more reliable than the open testimonials. അതായത് ഇതിവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് ദ കോൺഫിഡൻഷ്യൽ റിമാർക്സ്, ഈ റെഫറൻസ് കൊടുക്കുന്ന റിമാർക്സ് ഉണ്ടല്ലോ, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. when the employer writes to the referees, അപ്പൊ റെഫറീസിക്ക് അതിനു വേണ്ടി അയക്കുമ്പോൾ for getting confidential remarks he should bear the following matters. അവർക്ക് ചില കാര്യങ്ങൾ, ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ ഉറപ്പ് കൊടുക്കണം. എന്താ? ഇൻഫോർമേഷൻ ഷുഡ് ബി കെപ്റ്റ് ആസ് കോൺഫിഡൻഷ്യൽ. അവർ പറയുന്നത് നല്ല വശമായാലും ചീത്ത വശമായാലും അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കോൺഫിഡൻഷ്യൽ ആയി വെക്കും, മറ്റുള്ളവരോട് പുറത്തു വിടില്ല, വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന സ്വഭാവത്തിന് നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറയാം. ഹി മസ്റ്റ് യൂസ് എ കോർട്ടിയസ് ആൻഡ് പൊളൈറ്റ് ലാംഗ്വേജ് ഫോർ ഗെറ്റിംഗ് ദ റിലയബിൾ ഒപ്പീനിയൻ. അതുപോലെ തന്നെ നല്ല ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും അവരോട് നമ്മൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിൽ പ്രയോഗിക്കുന്നത്. A letter to referee must be specific. വളരെ കൃത്യമായ കാര്യങ്ങൾ, വാരി വലിച്ചൊന്നും എഴുതരുത്, കൃത്യമായ കാര്യങ്ങൾ മാത്രം അവർക്ക് എഴുതാം. The employer must enclose a self stamped. അത് എഴുതുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് ഇങ്ങോട്ട് മറുപടി അയക്കാനായിട്ട് ഒരു സെൽഫ് സ്റ്റാമ്പ്ഡ് കവർ ഒപ്പം തന്നെ. കാരണം അവരെ കൊണ്ട് പൈസ ഒന്നും ചെലവാക്കിയത് ശരിയല്ല, നമ്മളുടെ ചെലവിൽ തന്നെയായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മളുടെ കമ്പനി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. And for getting reply, the employer must assure of keeping the information as confidential. അവർക്ക് ഒന്നുകൂടി ഉറപ്പ് കൊടുക്കണം അവർ നൽകുന്ന വിവരങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ളത്. The employer can send blank forms and the referees are asked to fill the forms. അതിന്റെ ഒപ്പം തന്നെ ചില ബ്ലാങ്ക് ഫോമുകൾ അയക്കും. അപ്പോൾ ഈ റെഫറീസ് അത് ഫിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കണം. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് വാഗ്യൂ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ദ എംപ്ലോയീസ് സീക്ക് ഫോർ ഗെറ്റിംഗ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. അതായത് ഒരിക്കലും ഒരു എന്താ പറയാ കൂട്ടിമുട്ടിക്കാത്ത പൂർണ്ണമല്ലാത്ത വിവരങ്ങളൊന്നും അല്ല നൽകേണ്ടത്. എംപ്ലോയറിന് കിട്ടേണ്ടത് കൃത്യമായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കിട്ടേണ്ടത്. A letter from a prospective employer to a referee making enquiries about the applicant. അങ്ങനെ അയക്കുന്ന, അതായത് ഒരു എംപ്ലോയർ റെഫറിക്ക് അയക്കുന്ന ഒരു ലെറ്ററിന്റെ ഉദാഹരണമാണ് ഇവിടെ. വീറ്റ് ഹൗസ് 10 മാർക്കറ്റ് റോഡ്, കണ്ണൂർ 645207.
17 July 2019, Sri V. Gangadharan, Law Officer, Tal Kankamali, Ankamali. ലോ ഓഫീസർ ആണ് റെഫർ ചെയ്ത് തന്നിട്ടുള്ളത്, അവർക്ക് അയക്കുന്ന ലെറ്റർ ആണ്. ഡിയർ ശ്രീ ഗംഗാധരൻ, വി ആർ കൺസിഡറിംഗ് മിസ്റ്റർ എസ് മോഹൻദാസ് 17 നട്ട് സ്ട്രീറ്റ് വടകര ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് ഇൻ അവർ ഫേം. ഞങ്ങൾ മിസ്റ്റർ എസ് മോഹൻദാസിന് ഞങ്ങളുടെ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹി ഹാസ് ഗിവൺ യുവർ നെയിം ആസ് എ റെഫറൻസ്. അയാൾ മോഹൻദാസ് തന്നിട്ടുള്ളത് റെഫറൻസ് ആയിട്ട് അങ്ങയുടെ നെയിമാണ്. സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി വാസ് ഇൻ യുവർ ഓഫീസ് ഫോർ ദ ലാസ്റ്റ് 2 years, കഴിഞ്ഞ 2 വർഷമായി അങ്ങയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു പറയുന്നുണ്ട്. ആസ് ദ പൊസിഷൻ ഫോർ വിച്ച് ഹി ഹാസ് അപ്ലൈഡ് ഈസ്, അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് കൺസിഡറബിൾ റെസ്പോൺസിബിലിറ്റി, വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. വി വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കൈൻഡ്ലി ഇൻഫോം അസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഓഫ് ശ്രീ മോഹൻദാസ് ഇൻ യുവർ കമ്പനി. അപ്പോൾ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് വി വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കൈൻഡ്ലി ഇൻഫോം, അങ്ങ് ആളുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ വളരെ നന്ദിയായിരിക്കും. ക്വാളിറ്റി ഓഫ് ദ വർക്ക്, എത്രത്തോളം ഗുണമേന്മ എന്നുള്ള പോലെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. അയാളുടെ കഴിവുകളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. വി അഷ്വർ യു ദാറ്റ് എനി ഇൻഫോർമേഷൻ യു മേ പാസ് ഓൺ ടു അസ്, ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അങ്ങ് നൽകുന്ന ഏത് ഇൻഫോർമേഷൻസ് ആയാലും വിൽ ബി ട്രീറ്റഡ് ആസ് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ, വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും, ഞങ്ങൾ അത് പുറത്തു വിടുന്നതല്ല. ആസ് എ വാക്കൻസി ഇൻ ക്വസ്റ്റ്യൻ ഈസ് ടു ബി ഫിൽഡ് അപ്പ് വിത്തിൻ 2 weeks, 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്കത് ഫില്ല് ചെയ്യേണ്ടതാണ്. വി ഷാൽ അപ്രിഷിയേറ്റ് ആൻ ഏർലി റിപ്ലൈ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറുപടി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യുവർ സിൻസിയർലി എസ് പിഷാരടി, പാർട്ട്ണർ. When an enquiry is received from a prospective employer, the referee has to bear in mind the following points. അപ്പൊ ഇങ്ങനെ ഒരു എൻക്വയറി കിട്ടിക്കഴിഞ്ഞാൽ റെഫറി എന്തൊക്കെ കാര്യങ്ങളാണ്, ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത്? ദ റിപ്ലൈ ടു ദ എൻക്വയറി ഷുഡ് ബി ഗിവൺ ഇൻ കോൺഫിഡൻസ്, വളരെ കോൺഫിഡൻസ് ആയിരിക്കണം മറുപടി കൊടുക്കുന്നത്. ഹി ഷുഡ് സപ്ലൈ ദ ക്യാരക്ടർ ആൻഡ് എബിലിറ്റി പർട്ടിക്കുലർ ട്രൂത്ത്ഫുള്ളി ആൻഡ് അൺബിയാസ്ഡ്, സത്യസന്ധമായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. If the referee is former or a present employer of the candidate, അതായത് റെഫറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു if the referee is former or a present employer of the candidate, ഇപ്പോഴത്തെ ഒരു ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ he should indicate in his reply the following, ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. the name of the candidate, കാൻഡിഡേറ്റിന്റെ പേര്, പോസ്റ്റ് ഹെൽഡ്, കണ്ടക്ട് ആൻഡ് ക്യാരക്ടർ, ഏത് പോസ്റ്റ് ആണ് അയാൾ അവിടെ ചെയ്യുന്നത്, അയാളുടെ സ്വഭാവം, ഡിഗ്രി ഓഫ് എഫിഷ്യൻസി, എത്രമാത്രം കാര്യക്ഷമതയുള്ള വ്യക്തിയാണ്, ഒപ്പീനിയൻ, ഓൺ ദ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിലിറ്റി, അയാൾ ആ ഒരു പോസ്റ്റിന് അർഹനാണോ എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആസ് ഫാർ ആസ് പോസിബിൾ ദ ഇൻഫോർമേഷൻ ബിറ്റ്വീൻ ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയർ ആൻഡ് റെഫറി മസ്റ്റ് ബി ഹൈലി കോൺഫിഡൻഷ്യൽ. എന്തായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും, ഒരിക്കലും പുറത്ത് കാണിക്കുന്നതല്ല. ഉദാഹരണത്തിന് ഒരു മറുപടി കത്തിൽ ഒരു ഫോളോയിങ് സ്പെസിമെൻ, Talc Angamali, 673476, 23 July 2009, Wheat House, 10 Market Road, Kannur, 645207. Dear Sri P.S. പിഷാരടി, പിഷാരടിക്ക് കൊടുക്കുന്ന മറുപടിയാണ്. എന്താണ് പറയുന്നത്? പ്ലീസ് റെഫർ ടു യുവർ ലെറ്റർ, നിങ്ങളുടെ ലെറ്ററിനുള്ള മറുപടിയാണ് ജൂലൈ 2009. മിസ്റ്റർ എസ് മോഹൻദാസ് അബൌട്ട് ഹും യു ഹാവ് എൻക്വയർഡ് ഹാസ് ബീൻ അവർ എംപ്ലോയി, നിങ്ങൾ പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ എംപ്ലോയി ആണ്. ഗ്രേഡ് സെക്കൻഡ് അസിസ്റ്റന്റ് ആയിട്ട് 2000 ജൂൺ 20 തൊട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. വി ഫൗണ്ട് ഹിം ക്വൈറ്റ് എഫിഷ്യന്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, വിശ്വസിക്കാവുന്നവനാണ്. ഹി ഹാസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു വർക്ക്,
ജോലി ചെയ്യുന്നതിൽ ഒരു കൃത്യതയൊക്കെ ഉണ്ട്. ഹിസ് ഡിവോഷൻ ടു ഡ്യൂട്ടി ഈസ് ഹൈലി കമൻഡബിൾ. അതുപോലെ തന്നെ ജോലിയോടുള്ള ആ ഒരു ഡിവോഷൻ, അർപ്പണ മനോഭാവം, അത് എടുത്തു പറയേണ്ടതാണ്. ഹിസ് ചെയർഫുൾ ഡിസ്പോസിഷൻ ആൻഡ് ഗുഡ് മാനേഴ്സ്, അത് അവരുടെ വളരെ എന്താ പറയാ നല്ല പ്രസന്നമായിട്ടുള്ള സ്വഭാവവും നല്ല പെരുമാറ്റവും ആർ particularly noted by his superiors. എല്ലാ മേധാവികൾക്ക് ഇഷ്ടമാണ്. ആസ് വെൽ ആസ് ഹിസ് കൊളീഗ്സ്, ഒപ്പം വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്രകൃതമാണ് മോഹൻദാസിൻ്റെത്. സംടൈംസ് ഹി വുഡ് ജസ്റ്റ് ഓവർലുക്ക് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഹിസ് സുപ്പീരിയർ ഓഫീസേഴ്സ്. അതായത് നല്ല പോലെ വർക്ക് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ദിസ് ആറ്റിറ്റ്യൂഡ് കുഡ് ഹവർ ബി റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് കറേജ് വിച്ച് ഹി പൊസസ്. ആ ധൈര്യം, എടുക്കാനുള്ള എന്ത് കാര്യവും എടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, അതൊക്കെയാണ് കാണിക്കുന്നത്. എനിവേ ഹി ക്യാൻ മേക്ക് എ മാർക്ക് ഇൻ ഓർഗനൈസേഷൻ വിച്ച് ഓഫ്സെറ്റ് ഹിം ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും നല്ല അവസരങ്ങൾ കിട്ടേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അവസരങ്ങൾക്കായിട്ട് അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക് മറ്റുള്ള അവസരങ്ങൾ വേണ്ടതാണ്. വി ആർ സോറി ടു ലോസ് ഹിസ് സർവീസ്. ഞങ്ങൾക്ക് വിഷമമുണ്ട് അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിൽ. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഓഫർ ഹിം ബെറ്റർ. പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഇതിനേക്കാൾ നല്ലൊരു പൊസിഷൻ അയാൾക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് വിച്ച് ഹി സീക്സ്, അയാൾക്ക് ശരിക്കും ആവശ്യമുള്ളതും അയാൾ അന്വേഷിക്കുന്നതുമായത് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് കഴിയില്ല. ഓഫ് അവർ ലിമിറ്റഡ് റേഞ്ച് ഓഫ് ബിസിനസ്, കാരണം ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ വളരെ താഴ്ന്ന ഒരു പരിധിയാണുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ആർ ഈഗർ ടു സീ ഹിം സ്യൂട്ടബിളി. അതേസമയം നല്ല രീതിയിൽ അദ്ദേഹത്തിന് കഴിവിനനുസരിച്ചുള്ള നല്ല ജോലി കിട്ടണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ വി റെക്കമെൻഡഡ് ഹിം ഫോർ ദ പോസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ആ പോസ്റ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഫോർ ദ പോസ്റ്റ് ഫോർ വിച്ച് ഹി ഹാസ് അപ്ലൈഡ്. വിത്ത് കൈൻഡ് റിഗാർഡ്സ് യുവർ സിൻസിയർലി വി ഗംഗാധരൻ, ലോ ഓഫീസർ. റെഫറീസ് കോഷ്യസ് റിപ്ലൈ. അപ്പൊ ഇൻ ദിസ് റിപ്ലൈ ദ റൈറ്റർ ഇസ് വെരി കോഷ്യസ്. അത് കൊടുക്കുന്ന റിപ്ലൈയിൽ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഇംപ്ലൈൻ ദാറ്റ് ദ അപ്ലിക്കൻ ലാക്സ് ദ എക്സ്പീരിയൻസ് നീഡഡ് ഫോർ കൺട്രോൾ ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. ശരിക്കും എന്തെങ്കിലും വേണ്ട തരത്തിലുള്ള പരിശീലന ശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ അത്തരത്തിലുള്ളത് കൊടുക്കുമ്പോൾ, റിപ്ലൈ കൊടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. Dear Sri S. Pisharadi, please refer to your letter 17 July 2009, Mr. S. Mohandas, about whom you have engaged has been in our firm. നിങ്ങൾ പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ ഫേമിലുണ്ട്. ആസ് ഗ്രേഡ് ഫസ്റ്റ് അസിസ്റ്റന്റ് സിൻസ് 20th June 2000. He has always been hard working. നല്ല പോലെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആളാണ്. വെദർ ഹി വുഡ് ബി capable of taking full responsibility for a large and busy department, difficult to say. പക്ഷെ ഹാർഡ് വർക്കിംഗ് ആണ്. വെദർ ഹി വുഡ് ബി capable of taking full responsibility for a large, വളരെ വലിയ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ. ഹിസ് വർക്ക് വിത്ത് us ഹാസ് ഓൾവേസ് ബീൻ ക്യാരിഡ് ഔട്ട് അണ്ടർ സൂപ്പർവിഷൻ. അദ്ദേഹത്തിന്റെ വർക്ക് തന്നെ ഞങ്ങൾ സൂപ്പർവിഷനിലാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഷുഡ് യു റിക്വയർ എനി ഫർദർ ഇൻഫോർമേഷൻ. അപ്പോൾ ഉള്ള കാര്യം തുറന്ന് പറയാണ്. കറക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു മേൽനോട്ടത്തിലുള്ള വർക്കാണ് ചെയ്യുന്നത്. ആധികാരികമായ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പരിചയം ഈ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത് തുറന്ന് പറയാണ്. പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യണം. വിത്ത് കൈൻഡ് റിക്വസ്റ്റ്, യുവർ സിൻസിയർലി വി ഗംഗാധരൻ, ലോ ഓഫീസർ, എൻക്വയറി. അങ്ങനെ അപ്പൊ എന്താ, ഒന്ന് അപ്രൂവ് ചെയ്തുകൊണ്ടും അല്ല റെക്കമെൻഡ് ചെയ്തുകൊണ്ടും ഒന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടും രണ്ടിന് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള 2 ലെറ്റർ ആണ് അത്. എൻക്വയറി ലെറ്റർ റിക്വസ്റ്റിംഗ് എ റെഫറൻസ്. In this letter, another prospective employer requests information about the work and character of our applicant. അത് മറ്റൊരു ലെറ്റർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഡിയർ മിസ്റ്റർ ജോസ്, Mr. Prakash Nottingham has applied to us for an appointment as welfare officer of our factory in Rajasthan. രാജസ്ഥാനിലുള്ള ഞങ്ങളുടെ ഫാക്ടറിയിൽ വെൽഫെയർ ഓഫീസർ ആയിട്ടുള്ള ഒരു പോസ്റ്റിന് മിസ്റ്റർ പ്രകാശ് ഞങ്ങൾക്ക് അപ്ലിക്കൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. We are leading manufacturers of high-speed petrochemical industry and are looking for a welfare advisor with engineering background. ഞങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കെമിക്കൽ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു അഡ്വൈസറാണ് ഞങ്ങൾക്ക് ആവശ്യം. മിസ്റ്റർ പ്രകാശ് ഇൻഫോം us that he is employed by you as a personal officer ആയിട്ട് നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. We should be grateful if you can given us about his competence. അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തന്നാൽ നന്നായിരിക്കും.
any information provided will be treated in strictly confidential. തരുന്ന എന്ത് ഇൻഫോർമേഷനും വളരെ രഹസ്യ സ്വഭാവമായിട്ട് സൂക്ഷിക്കുന്നതാണ്. അപ്പൊ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ്, ഡിയർ മിസ്റ്റർ മുകുന്ദ് മേനോൻ, thank you for your letter of 16th July regarding Mr. Prakash Nottingham, who has been employed by the company for the past 5 years. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് പ്രകാശ് നോട്ടിംഗൻ. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ ലെറ്റർ അയച്ചത്. ഈസ് ടെക്നിക്കലി വെൽ ക്വാളിഫൈഡ്, നല്ല സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളുടെ പേഴ്സണൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. റെസ്പോൺസിബിൾ ആണ് ഫോർ പേഴ്സണൽ ആൻഡ് വെൽഫെയർ അഫയേഴ്സ് ഓഫ് അവർ ഓർഗനൈസേഷൻ. ഈസ് ഹാർഡ് വർക്കിംഗ്, നല്ല പോലെ ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന ആളാണ്. ഡിപ്പെൻഡബിൾ ആണ്, നമുക്ക് ആളെ ആശ്രയിക്കാം. Without any hesitation, I can recommend Mr. Prakash. I feel sure that if he has appointed welfare officer ആയിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ certainly he can give you genuine spirit of service. നല്ല സേവനം തന്നെ അദ്ദേഹം നിങ്ങൾക്ക് കാഴ്ചവെക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അനുകൂലമായൊരു മറുപടി. ഇനി അൺഫേവറബിൾ ആണെങ്കിലോ, sometimes an employer may not recommend an employee whose service may not be found satisfactory. തൃപ്തികരമല്ലാത്തൊരു വ്യക്തിയെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് കാണില്ല. When asked for reference, it is always safer to make unfavorable comments. അപ്പോ റെഫറൻസിനായിട്ട് ആസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഫേവറബിൾ ആയിട്ടുള്ള കമന്റ്സ് എഴുതേണ്ടതായിട്ട് വരും. ദാൻ ഓവർ ദ ടെലിഫോൺ ഓർ ഇൻ പേഴ്സൺ rather than in writing. അത് ടെലിഫോണിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് പറയാൻ എഴുതല്ല. എഴുതിപ്പെട്ട് കഴിഞ്ഞാൽ എന്താ, അതൊക്കെ രേഖകളായിട്ട് ഉണ്ടായിരിക്കും. If however an unfavorable reference is put in writing, it should be worded with care and caution. അത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് എഴുതിയാൽ തന്നെ സൂക്ഷിക്കേണ്ടത്. Dear Mr. Lakshmi Kiran, thank you for your letter in 17th July regarding Mr. Rajesh Khanne കുറിച്ചുള്ള ലെറ്ററിന് നന്ദി. Mr. Khan was employed as accountant in our firm. ഇവിടെ ഞങ്ങളുടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ജൂലൈ ടു ഡിസംബർ വരെ. We released him because his work fell below our expected standard. അദ്ദേഹത്തെ ഞങ്ങൾ വിട്ടയച്ചു കാരണം അദ്ദേഹത്തിന്റെ വർക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ല. ഫർദർ ഹി ഈസ് നോട്ട് പങ്ക്ച്വൽ. പിന്നെ ഒന്നാമത് അയാൾ പങ്ക്ച്വൽ അല്ല കാര്യത്തിൽ. ഐ അഡ്മിറ്റ് ദാറ്റ് ഹി ഈസ് ഇന്റലിജന്റ്. ബുദ്ധിയുള്ള ആളൊക്കെ തന്നെയാണ്, കാര്യക്ഷമതയുള്ള ആളാണ്, പക്ഷെ വർക്ക് കറക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈസ് നോട്ട് ഹാർഡ് വർക്കിംഗ്. കഠിന പ്രയത്നം ചെയ്യാൻ ആൾ തയ്യാറല്ല. ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഐ ആം അഫ്രൈഡ് ദാറ്റ് ഐ കനോട്ട് റെക്കമെൻഡ് ഹിം. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. യുവർ സിൻസിയർലി. അപ്പൊ ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓരോന്നും, അതായത് ഒരു ജോലി ഇന്റർവ്യൂ, അപ്ലിക്കേഷൻ ഇന്റർവ്യൂ, അതിന്റെ റെഫറൻസ് കൊടുക്കേണ്ടത്, റെസ്യൂംസ് കൊടുക്കേണ്ടത്. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റെഫറിക്ക് കൊടുക്കുന്ന ലെറ്ററും അദ്ദേഹത്തിന് തരുന്ന മറുപടികളും അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ.